എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സദ്യ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാങ്ങാ പച്ചടിയുടെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. പച്ചടിക്ക് ചില സ്ഥലത്ത് കിച്ചടി എന്നും പറയാറുണ്ട്. നമ്മളിതിനെ മാങ്ങാ പച്ചടി അല്ലെങ്കിൽ മാങ്ങാ പെരുക്ക് എന്നൊക്കെയാണ് വിളിക്കാറ്. പിന്നെ ഈ പച്ചടി ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കണും ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മാങ്ങാ പച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ മാങ്ങാ പച്ചടിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. നമ്മൾ പച്ചടി കഴിക്കുന്ന സമയത്ത് മാങ്ങയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണം, അതാണ് അതിൻ്റെ പാകം. പിന്നെ ഇത് ഒരുപാട് പുളിയുള്ള മാങ്ങയല്ല, കുറച്ച് പുളിയേ ഉള്ളൂ. പിന്നെ നമ്മൾ പച്ചടിക്ക് വേണ്ടി എടുക്കുമ്പോൾ അധികം പുളിയുള്ള മാങ്ങ എടുക്കാതിരിക്കുകയാണ് നല്ലത്. നമുക്കിതിൽ ഇനി തൈരും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ തൈരിൻ്റെ പുളിയും കൂടി ആകുമ്പോൾ പച്ചടി ഒരുപാട് പുളി കൂടി പോകും. അപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കുകയാണ് അതിന് കൂടുതൽ നല്ലത്. പിന്നെ കുറച്ച് മൂത്ത് തുടങ്ങിയിട്ടുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു സ്വീറ്റ്നെസ് ഉണ്ടാകും. അപ്പോൾ ഈ പച്ചടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊക്കെ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ആദ്യം ഒരു 1/2 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 1/4 ടീസ്പൂണൊന്നും വേണ്ട, അതിലും കുറവ് മതി. കടുകിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പച്ചടിക്ക് ഒരു കയപ്പരസാണ് ഉണ്ടാവുക. പിന്നെ ഒരു 2-3 പച്ചമുളക്, അതായത് നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്. മാങ്ങ പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എരിവ് ഉണ്ടെങ്കിലാണ് പച്ചടി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അരച്ചെടുക്കുന്നത് നമ്മൾ തൈരിലാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/4 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ പച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് തിക്കും അല്ല, എന്നാൽ ലൂസും അല്ല, അങ്ങനെ ഒരു രീതിയിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ലൂസാക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളം മാതിരി ആവാനും പാടില്ല കേട്ടോ. ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മൾ ഇലയിലൊക്കെ വിളമ്പി കഴിഞ്ഞാൽ ഇലയിൽ ഇങ്ങനെ നിൽക്കണം, ഇലയിൽ നിന്ന് ഒഴുകി പോകാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് ഈ പച്ചടി വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തൈര് ഇനിയും ചേർത്ത് കൊടുക്കണം. തൈരിന് ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട തൈര് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്, മോരല്ല നമ്മൾ ചേർക്കുക. കട്ട തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ തൈരിൻ്റെ അളവ് നമ്മുടെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം തൈരാണ്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം. ആ ഉപ്പ് അവസാനം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ അത് തൈര് ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ച് കുറവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇനി ഈ സമയത്ത് പച്ചടിക്ക് പുളി കൂടുതലായി തോന്നുകയെന്നുണ്ടെങ്കിൽ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ കടുകും മുളകൊക്കെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് നമ്മുടെ പച്ചടിയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാങ്ങാ പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കുക എന്തായാലും ഈ വിഷുവിന്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്